അമേരിക്ക 18-ാം വയസ്സിൽ ഒരു സംഘടനയുണ്ടാക്കി അമേരിക്ക പോലൊരു രാജ്യത്ത് നിരവധി യുവാക്കളുടെ പ്രചോദനവും നാവുമായി മാറിയ ചാർലി കിർക്ക് യൂട്ടാ വാലി സർവകലാശാലയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെ നിന്നോ വന്ന വെടിയുണ്ട ആ ജീവൻ അപഹരിക്കുന്നു. അമേരിക്കൻ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാവി മുഖമെന്ന് പേരുകേട്ട ചാർലി കിർക്കിന്റെ മരണം അമേരിക്കൻ രാഷ്ട്രീയത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്തായിരിക്കും? കിർക്കില്ലാതെ ട്രംപിന്റെ കരുത്തു കുറയുമോ? സ്വതന്ത്ര വിപണി, കുടുംബ മൂല്യങ്ങൾ, ക്രിസ്ത്യൻ നാഷണലിസം എന്നൊക്കെയുള്ള ആശയങ്ങൾക്ക് അമേരിക്കൻ വിമതരോ? ചാർലിയുടെ ടേണിംഗ് പോയിന്റ് USA അവസ്ഥ എന്താകും? വിജയശില്പിയുടെ വിയോഗം ട്രംപിന് ആഘാതമാകുമോ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പും ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. കിർക്കില്ലാത്ത ട്രംപ്. ഇന്നത്തെ എന്റെ അതിഥികൾ ഫിലഡൽഫിയ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സർജൻ ബ്ലെസൻ മാത്യു, അമേരിക്കൻ പൊളിറ്റിക്കൽ അനലിസ്റ്റ് മിഥുൻ തോമസ്, സ്റ്റേറ്റൻ ഐലൻഡ് യങ് റിപ്പബ്ലിക്കൻസ് ട്രഷറർ ഷോൺ എബ്രഹാം എന്നിവരാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാ അതിഥികൾക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ മിഥുൻ തോമസിലേക്കാണ്. ശ്രീ മിഥുൻ തോമസ്, എങ്ങനെ കാണുന്നു ഈ കൊലപാതകത്തെ? അമേരിക്ക പോലൊരു രാജ്യത്ത്, അതായത് ലോകത്തിന് തന്നെ സുരക്ഷ ഒരുക്കുന്നു എന്നവകാശപ്പെടുന്ന അമേരിക്കയിൽ ഇത്തരത്തിൽ വളർന്നു വരുന്ന ഒരു യുവ നേതാവ്, അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ഭാവി മുഖം എന്നുപോലും വിലയിരുത്തപ്പെട്ട ഒരു നേതാവ് വെടിയേറ്റു മരിക്കുന്നു. എങ്ങനെ കാണുന്നു ഇതിനെ? പൊളിറ്റിക്കൽ വയലൻസ് അമേരിക്കയിൽ അത്രയൊരു പ്രാധാന്യമുള്ള കാര്യമായിരുന്നില്ല കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പ്. ഈ പറയുന്ന മീഡിയ പേഴ്സൺസ് ആയാൽ പോലും പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ചാർലി കിർക്കിനെ പോലെ ആളുകളെ ഒരിക്കലും ടാർഗറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ ആയിരുന്നില്ല അമേരിക്കയിൽ 5 വർഷം മുമ്പ്. പക്ഷെ റീസെന്റ് വെൻ യു സീ ഒരു 2-3 വർഷങ്ങളായിട്ട് അമേരിക്കയിൽ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുകൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും സുരക്ഷ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ ഓൾമോസ്റ്റ് നിയർ അസാസിനേഷൻ നമ്മൾ കണ്ടതാണ് 2024 ജൂലൈയിൽ പെൻസിൽവേനിയയിൽ, അതിനുശേഷം അദ്ദേഹത്തിന്റെ ഗോൾഫ് ക്ലബിൽ, അതിനുശേഷം ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ന്യൂയോർക്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് യുണൈറ്റഡ് ഹെൽത്ത് കെയർ CEO എന്ന് പറയുന്ന കമ്പനിയുടെ ബ്രയാൻ തോംസൺ. അദ്ദേഹം ഒരു മിഡിൽ ലെവൽ വ്യക്തിയാണ്. അദ്ദേഹം ഉയർന്നു വന്ന ഒരു കമ്പനിയുടെ CEO ആയി മാറി. അദ്ദേഹത്തെ പട്ടാപ്പകൽ ന്യൂയോർക്കിൽ വെച്ചാണ് ഒരു ചെറുപ്പക്കാരനായ വ്യക്തി ലൂയിഗി മജീൻ ഇല്ലാതാക്കിയിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ്. വാട്ട് മെസ്സേജ് യു സെൻഡിങ് ടു അമേരിക്ക കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് സെൻഡ് ചെയ്യാണ്. അതിൽ ഫ്രീ സ്പീച്ച് അല്ലെങ്കിൽ ഫ്രീ എക്സ്പ്രഷൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിലേക്ക് നയിച്ച കാരണം? നമുക്ക് അതിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. ആരാണ് ഈ ചാർലി കിർക്ക്? കാരണം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഒരുപാട് ഡിബേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. MSNBC പറയുന്ന പോലെ അദ്ദേഹം വാളെടുത്തവും വാളാലിയോ, അല്ലെങ്കിൽ കേരളത്തിലൊരു മാധ്യമം പറയുന്ന പോലെ തോക്കെടുത്തവും തോക്കാലോ, ആരായിരുന്നു ഈ പറയുന്ന വ്യക്തി? ഒരു കാര്യം വ്യക്തമാക്കി മനസ്സിലാക്കണം. അതായത് അന്ധകാരത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന അമേരിക്കൻ യുവാക്കൾക്ക് ഈ ചാർലി കിർക്ക് കോളേജിൽ പോയിട്ടില്ല. ഹി ഡ്രോപ്പ് ഔട്ട്. ഫസ്റ്റ് ഇയറിലെ കോളേജിൽ ഡ്രോപ്പ് ഔട്ട് ആയി. കാരണം എന്താണെന്നറിയോ? അന്ധകാരത്തിന്റെ ഈവിൾ സ്പിരിറ്റ് ഈ ഫൗണ്ട് ഇൻ കോളേജസ്. അവിടുന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം എന്തിനാണ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്? ടു സ്പെൻഡ്, രക്ഷിക്കാൻ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് അമേരിക്കൻ യുവാക്കളെ. വാട്ട് ഹി വാസ് എൻഡോസിങ്, എന്താ അദ്ദേഹം എൻകറേജ് എന്തായിരുന്നു, സമ്മതിച്ചെന്തായിരുന്നു? ഫ്രീ ഫെയ്ത്തിലേക്ക് തിരിച്ചു വരൂ, ഫാമിലി വാല്യൂക്ക് തിരിച്ചു വരൂ, കുട്ടികളുമായി നിങ്ങൾ സംവദിക്കൂ, നിങ്ങൾ ഒരുമിച്ച് കൂടൂ, നിങ്ങൾ റിലീജിയൻ, നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, റിലീജിയൻ എന്തോ ആയിക്കോട്ടെ, ജസ്റ്റ് കം ബാക്ക് ടു ഇറ്റ്, ദാറ്റ്സ് ഓൾ. അതാണ് എൻകറേജ് ചെയ്യാൻ ശ്രമിച്ച ഈ ഒരു. അതായത് ഒരുപാട് പേര് പറയുന്നത് ചാർലി കിർക്ക് കൊല്ലപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം സംസാരിച്ചുകൊണ്ടല്ല. ഒരുപാട് പേര് പറയുന്നുണ്ട് അദ്ദേഹം തോക്കെടുത്തുകൊണ്ടാണ്. അല്ല, ചാർലി കിർക്ക് മരിച്ചിരിക്കുന്നത് അമേരിക്കയിലെ യുവാക്കൾ അദ്ദേഹത്തെ ശ്രവിക്കാൻ ആരംഭിച്ചത് മുതലാണ്. പീപ്പിൾ സ്റ്റാർട്ട് ലിസണിങ്. ഞാൻ ഇന്ന് പറയുന്നു 6-7 സ്റ്റേറ്റുകൾ അമേരിക്കയിൽ, സ്വിംഗ് സ്റ്റേറ്റ്സ്, റിപ്പബ്ലിക് പാർട്ടി ഷോ ഉണ്ട് ഇവിടെ, 7 സ്വിംഗ് സ്റ്റേറ്റ്സ് അമേരിക്കയിലേക്ക് തിരിക്കാൻ പ്രധാനപ്പെട്ട കാരണക്കാരൻ ആരാന്നറിയോ? ഈ ചാർലി കിർക്ക് ആയിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് അമേരിക്കയിൽ ട്രംപ് വൈറ്റ് ഹൗസിൽ ഇരിക്കില്ലായിരുന്നു. ദാറ്റ് മച്ച് ഇൻഫ്ലുവൻസ് ഹി ഈസ് അബൌട്ട് ഇൻ അമേരിക്കൻ ട്രെൻഡ്. സോ പൊളിറ്റിക്കൽ വയലൻസ്, ലെറ്റ് മീ കം ബാക്ക് ടു ദാറ്റ് ക്വസ്റ്റ്യൻ അബൌട്ട് പൊളിറ്റിക്കൽ വയലൻസ് കൂടി വരിക. എന്തുകൊണ്ടാണ് വയലൻസ് കൂടി വരുന്നത്? ലെറ്റ് മീ ടെൽ യു വൺ തിങ്. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ദിസ് ഫോൺ ഈസ് എ ന്യൂ ഗ്രൂമിംഗ് ഗ്യാങ്. ഇത് ലണ്ടനിലെ ഗ്രൂമിംഗ് ഗ്യാങ്ങോ അല്ലെങ്കിൽ വേറൊന്നും അല്ല. ദിസ് ഇസ് എ ഗ്രൂം ഈ നമ്മുടെ യൂത്തിനെ. യു ആർ ഫാസിസ്റ്റ്, യു ആർ റേസിസ്റ്റ്, യു ആർ നാസിസ്റ്റ്, യു ആർ എ വാട്ട് യു സേ റോഗ് നേഷൻ എന്ന് എല്ലാ ദിവസവും പറയുമ്പോൾ വൺ ഫൈൻ ഡേ ഒരു 22 വയസ്സും 21 വയസ്സുള്ള പയ്യൻ പറയുകയാണ്, ലെറ്റ് മീ ടേക്ക് ദിസ് ഗൈ ഔട്ട്. എന്തുകൊണ്ടാ? ഐ വിൽ ബി ഹീറോ. ഈ ലൂയിജി മജീനി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ബ്ലസൻ ഉണ്ട്, ഷോൺ, എല്ലാവർക്കും അറിയാം. ഈസ് എ ഹീറോ. അമേരിക്കൻ യുവാക്കളിൽ ഒരു ഹീറോ ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേണ്ടി ഒരു ആഡ് വന്നു കഴിഞ്ഞ ആഴ്ച. ഈസ് എ പോസ്റ്റർ ബോയ് ഓഫ് അമേരിക്കൻ യൂത്ത്. ബിക്കോസ് ഞാനിങ്ങനത്തെ ക്രൈം ചെയ്താൽ ഐ വിൽ ബി എ ഹീറോ ഇൻ സർട്ടൻ പീപ്പിൾ. ഐ ഡോണ്ട് സേ അബൌട്ട് ലെഫ്റ്റ് മീഡിയ. ഞാൻ കടന്നാക്രമിക്കുന്നില്ല. പക്ഷേ ഈ പറയുന്ന പൊളിറ്റിക്കൽ വയലൻസിലെ ന്യായീകരിക്കുന്ന ഒരു വിഭാഗം മീഡിയാസ് അമേരിക്കയുടെ കൾച്ചറായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു 4 വർഷങ്ങളായിട്ട്. സോ ഈവൻ ട്രംപിന്റെ അസാസിനേഷൻ, ലെറ്റ് മി ടേക്ക് ഇറ്റ്. അതായത് 3-ൽ 1 ഡെമോക്രാറ്റ് പറഞ്ഞിരിക്കുന്നത് ന്യായീകരിക്കുകയായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെടേണ്ട വ്യക്തിയായിരുന്നു. ഒപ്പീനിയൻ പോൾ വന്ന റിവ്യൂ ചിന്തിച്ചു നോക്കുക.
എന്ത് വില കൊടുത്ത് നിങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ അസാസിനേഷൻ ന്യായീകരിക്കാൻ ശ്രമിക്കും. ഈ ഒരു കൾച്ചർ നല്ലതല്ല. ഫ്രീ സ്പീച്ച്, ഫ്രീ എക്സ്പ്രഷൻ. നമ്മൾ കണ്ട MS വിൻസിലെ അവതാരകൻ തൊട്ടടുത്ത നിമിഷം പറയാം മരിക്കേണ്ടവനായിരുന്നു എന്ന് പറഞ്ഞ അമേരിക്ക ഞെട്ടിപ്പോയി അക്ഷരാർത്ഥത്തില്. അപ്പൊ അതുകൊണ്ട് പൊളിറ്റിക്കൽ വയലൻസിനെ ന്യായീകരിക്കുന്ന ഒരു കൾച്ചർ അമേരിക്കയിൽ വളർന്നു വരികയാണ്. ഇത് ഉള്ളിടത്തോളം കാലം പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആരും ആയിക്കോട്ടെ അവരാരും സുരക്ഷിതരല്ല. താങ്ക് യു ശ്രീ മിഥുൻ തോമസ്. ശ്രീ ഷോൺ എബ്രഹാം, ഇപ്പോൾ നമുക്കറിയാം നിങ്ങളെയൊക്കെ ഒരു തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന, അമേരിക്കൻ യങ്സ്റ്റേഴ്സിനെ മൊത്തമായി ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന എന്ന് തന്നെ പറയാം, റിപ്പബ്ലിക്കൻ അനുഭാവമുള്ളവരെ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ വലതുപക്ഷ അനുഭാവമുള്ളവരെ പ്രത്യേകിച്ച് ഒരുപാട് പ്രചോദിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ചാർലി കിർക്ക്. ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ വലതുപക്ഷ രാഷ്ട്രീയത്തോട്, അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താഗതികളോട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വയലൻസിനോട്, അതിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു വിഭാഗം, ചാർലി കിർക്കിൻ്റെ മരണം അത് ശരിയാണ്, അത് വേണ്ടതാണ്, വാളെടുത്തവൻ വാളാൽ തന്നെ എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷേ യങ്സ്റ്റേഴ്സിന് ഇത്തരത്തിൽ ഒരു കൊലപാതകം സംഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചിന്താഗതികളിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഐഡിയോളജിയിലേക്ക് വരാൻ യങ്സ്റ്റേഴ്സിന് ഇതൊരു ബ്ലോക്കായി മാറും. He was the face of the movement, but the movement does not die once Charlie Kirk is gone. What they have done instead is this assassination of Charlie Kirk has further enlarged the movement. We heard from the wife of Charlie Kirk. She said in a statement this morning that even though you killed my husband, I will still be there to support the movement, and you have created a beast. And what we've seen is all across campuses in the US, his legacy lives on. We've seen more movements, more events to celebrate his death and to also put in movement what he was already envisioning. The thing about Charlie Kirk is he wasn't just some US figure. Actually, 3 days before his death, he was actually in Japan for a big right-wing conference. And at that conference, he had a huge crowd. So this Charlie Kirk person, even though he's passed away, his movement has just spread across the borders, across US, and has touched every part of the world. And what we've seen is a lot more kids are coming out in support of this person. He's famous for visiting campuses and having these in-campus events. Even though he's gone, there will be more people coming out, and his death is going to further inflame tensions, make more Republicans realize that there are evil forces out there looking to take down this movement. If Charlie Kirk was a nobody, if he was just some small person with no vision, he wouldn't have been killed. But because of what he was saying, people felt a need to kill him. The threats were increasing. Even after Charlie Kirk's death and previous to Charlie Kirk's death, people were making threats against the president for what he was doing. Wow. So his death isn't the end of Charlie Kirk and his movement, but it's actually the next chapter or the next phase of the Republican movement. ശ്രീ ബ്ലസൻ, മലയാളി സാന്നിധ്യമാണ് അമേരിക്കൻ പോലീസ് സേനയിലെ. നമുക്കറിയാം അമേരിക്കൻ പോലീസ് സേന എന്ന് പറയുമ്പോൾ ലോക പോലീസിന് തന്നെ അഭിമാനമായി കണക്കാക്കുന്ന ഒരു പോലീസ് സേനയാണ്. പക്ഷേ ഈ ചാർലി കിർക്കിൻ്റെ മരണത്തിന് മുമ്പ് തന്നെ പ്രമുഖർക്കൊക്കെ സുരക്ഷ ഒരുക്കുന്ന ബെവർലി ഹിൽസിലെ ദ ബോഡി ഗാർഡ് എന്ന് പറയുന്ന സംഘടനയുടെ തലവൻ ക്രിസ് ഹെർസോഗ് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് സുരക്ഷാ ഭീഷണിയുണ്ട്, അദ്ദേഹത്തിനെതിരായ ചില വധശ്രമങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഒപ്പം തന്നെ അതിന് തൊട്ടു മുൻപുള്ള ദിവസം ആമസോണിൽ പബ്ലിഷ് ചെയ്ത ഒരു ബുക്ക്, ദ ഷൂട്ടിംഗ് ഓഫ് ദ ചാർലി കിർക്ക് എന്ന് പറയുന്ന ആ ബുക്ക്. അപ്പോൾ പലതരത്തിൽ ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടായേക്കാം എന്ന സൂചനകൾ ഉണ്ടായിരുന്നു, സുരക്ഷാ മുന്നറിയിപ്പുണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിലൊരു മുന്നറിയിപ്പ് ഉണ്ടായിട്ടും എങ്ങനെ ചാർലി കിർക്കിൻ്റെ മരണം സംഭവിച്ചു എന്നാണ് അങ്ങ് കരുതുന്നത്? ചാർലി കിർക്ക് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അദ്ദേഹത്തിനെതിരെ വളരെയധികം ത്രെട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ, മിഥുനും ഷോണും പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നമ്മുടെ പ്രസിഡന്റിനെതിരെ കഴിഞ്ഞ 2 അറ്റംപ്റ്റ്, അതുപോലെ തന്നെ ചാർലി കിർക്കിനെതിരെ തന്നെ ത്രെട്ട് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇപ്പോൾ പറ്റിയ പ്രശ്നം എന്ന് പറയുന്നത് ഹീസ് നാട്ട് എ പൊളിറ്റിക്കൽ ഒരു ഇതിലുണ്ടെങ്കിൽ തന്നെ അതിലും ഫെഡറലിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അദ്ദേഹത്തിന് കിട്ടത്തക്കോണമുള്ള യാതൊരുവിധ പൊസിഷനും അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നില്ലായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ സീക്രട്ട് സർവീസിൻ്റെയോ അല്ലെങ്കിൽ ഫെഡറൽ ഏജൻസിൻ്റെയോ പ്രൊട്ടക്ഷൻ കിട്ടിയേക്കാമായിരുന്ന, എന്നാൽ ഇവിടെ അദ്ദേഹം തൻ്റെ സ്വന്തം അല്ലെങ്കിൽ അവരുടെ ഏജൻസി ത്രൂ ഉള്ള പ്രൊട്ടക്ഷനും ലോക്കൽ ഏജൻസിയുടെ പ്രൊട്ടക്ഷനുമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ചാർലി കിർക്ക് സ്കൂളുകളിലും കോളേജുകളിലും പോകുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു നോർമൽ ഒരു സ്റ്റുഡൻസിന്റെ ക്രൗഡിനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അവിടെ ഓൾമോസ്റ്റ് 3000-ഓളം
ക്രൗഡ് ഉണ്ടായിരുന്നത്. അവർ വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ക്രൗഡിനെയാണ് അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നതും. അതാണ് അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ അവർ ഒരുക്കിയിരുന്നത്. ആരും ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ 31 വയസ്സുകാരനായ ചാർലി കിർക്കിന് ഇങ്ങനൊരു ദാരുണമായൊരു അന്ത്യം ഉണ്ടാകുമെന്ന്. കാരണം അങ്ങനൊരു സ്വപ്നം പോലും കാണുന്ന ഒരു അമേരിക്ക ആരും ഓർക്കുന്നില്ല. അറിയപ്പെടുന്ന ഒരു അമേരിക്ക അല്ലേ. ഇതും പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെയധികം ഇപ്പോഴാണ് കൂടി വരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ മാത്രമേ ചാർലി കിർക്കിന് അന്ന് അവർക്ക് ഒരുക്കാൻ പറ്റിയിരുന്നുള്ളൂ. എന്നാൽ ഇനി മുതൽ തീർച്ചയായും ഈ കാണുന്ന സുരക്ഷാ ക്രമീകരണങ്ങളല്ല, അതിനപ്പുറത്തുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ മുന്നോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതുണ്ടാകുക തന്നെ ചെയ്യും. കാരണം ട്രംപിൻ്റെ അസാസിനേഷൻ അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോൾ അതിന് വേണ്ട കൂടുതൽ പ്രൊട്ടക്ഷൻ അവർ എടുക്കാൻ തുടങ്ങി. ഈവൻ ഞങ്ങൾക്ക് പോലീസിലാണെങ്കിൽ പോലും അതിനപ്പുറത്തോട്ട് കൂടുതലായി ട്രെയിനിങ്സും, അല്ലെങ്കിൽ എങ്ങനെ ഇതുപോലൊരു ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ ഇപ്പോൾ ഒരു മീറ്റിങ്ങിനോ കാര്യങ്ങളോ വരുമ്പോൾ എന്തുമാത്രം നമ്മൾ ഇനി സൂക്ഷിക്കണം എന്നുള്ളൊരു അവയർനെസ്സും കൂടാണ് ഇതിവിടെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എത്ര ത്രെട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി ലോ എൻഫോഴ്സ്മെൻറ്റ് കൂടുതലായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബെറ്ററായി ഹാൻഡിൽ ചെയ്യുന്നത് തന്നെയാണ് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. ബ്ലസൻ, ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇടപെടുകയാണെങ്കിൽ, ഇപ്പോൾ അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ചാർലി കിർക്കിന്റെ ജീവൻ അപകടത്തിലാണ്. അദ്ദേഹം ക്രിസ് ഹെർസോഗ് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്നത് പോലെ ബുള്ളറ്റ് പ്രൂഫ് പാനലുകൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അത് വലിയ സുരക്ഷാ ക്രമീകരണമല്ല. 700 മീറ്റർ അകലത്തിലുള്ള എല്ലാവരെയും മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധിക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ തലയ്ക്ക് സ്നൈപ്പർ ഉപയോഗിച്ച് വെടിയേൽക്കാൻ സാധ്യതയുണ്ട്, കൃത്യമായാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാലിസ്റ്റിക് ഗ്ലാസുകൾ ഉപയോഗിക്കണമെന്ന്, പാനലുകൾ ഉപയോഗിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ നിസ്സാരമായ ഒരു ജീവൻ രക്ഷിക്കാൻ, പ്രത്യേകിച്ച് ട്രംപിന്റെ അത്രയും വിശ്വസ്തനായ ഒരു അനുയായി, അമേരിക്കയിൽ തന്നെ ഇത്രയധികം യുവാക്കളെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ് എന്ന മുന്നറിയിപ്പ്, ഇത്ര കൃത്യമായ സുരക്ഷാ മുന്നറിയിപ്പുകൾ, അതുപോലെ തന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന മുന്നറിയിപ്പുകൾ, അതുപോലും എന്തുകൊണ്ട് കൃത്യമായി കണക്കിലെടുത്തില്ല എന്നൊരു ചോദ്യമില്ലേ? ഇപ്പോൾ ചാർലി കിർക്ക് ഒരു കോളേജ് സ്റ്റുഡൻറ്റിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന പോലെ മിലിറ്ററൈസ് ചെയ്തിട്ടുള്ളെങ്കിൽ, അദ്ദേഹം പട്ടാളക്കാരെ കൊണ്ട് 100-200 പേരുടെ പ്രൊട്ടക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ എത്രമാത്രം അദ്ദേഹത്തിന് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഡിബേറ്റ് നടത്തുക, ആൾക്കാരുമായി ഓപ്പണായി ഇടപെടുക, അതാണ് ചാർലി കിർക്കിൻ്റെ ഒരു മെയിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രീതി. ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ പഴയ പ്രസിഡന്റ് ആയിരുന്ന ആളും പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ടിരുന്ന ആൾക്കും സീക്രട്ട് സർവീസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ട് എങ്ങനെയാണ് ആ ഒരു അറ്റംപ്റ്റ് നടന്നതെന്നപ്പോൾ നമ്മൾ ചോദിക്കേണ്ടി വരും. എത്രമാത്രം പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചാലും കൊടുത്താലും ഈ പറയുന്നത് പോലെ എവിടെങ്കിലുമൊക്കെ സ്ലിപ്പേജ് ഈ പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഈ പറയുന്ന പോലെ ആമസോണിൽ ഒരു ബുക്ക് റിലീസ് ചെയ്തിരുന്നു അതിന് മുമ്പത്തെ ദിവസം എന്ന് പറയുന്നു. കുറച്ച് പിക്ചേഴ്സും വീഡിയോസും ഞാൻ കണ്ടിരുന്നു. പക്ഷേ അത് നമുക്ക് അവർ അന്നേരം തന്നെ അത് ടേക്കൻ ഡൗൺ ചെയ്തു. അതിന് എത്രമാത്രം സത്യാവസ്ഥ ഉണ്ടെന്നുള്ളത് പുറകാലെ പ്രൂവ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. പക്ഷെ അപ്പം അദ്ദേഹത്തിനെതിരെയുള്ള ത്രെട്ടിനെതിരെ എന്തുകൊണ്ട് നമ്മൾ ബലസ്റ്റിക് ഇത് വെച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന പോലെ അത് ലോക്കൽ ഏജൻസിയാണ്, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റ് ഏജൻസിയാണ് അവരുടെ പ്രൊട്ടക്ഷൻ കൺട്രോൾ ചെയ്തിരുന്നത് ആ സമയത്ത്. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു ഒഫീഷ്യൽ വന്ന മീറ്റിംഗ് അല്ല, അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ കംബാക്ക് ടൂറിൻ്റെ പാർട്ടായി നടത്തിയൊരു ഇതാണ്. അപ്പോൾ ഒരു കോളേജ് ക്യാമ്പസിൽ കൊടുക്കുന്ന പ്രൊട്ടക്ഷന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് തീർച്ചയായും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അത് പ്രൊട്ടക്ഷൻ കുറഞ്ഞു പോയി എന്ന് നമുക്ക് തോന്നുന്നതിൻ്റെ കാരണം. ഓക്കെ, ശ്രീ മിഥുൻ തോമസ് ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തെ കുറേ നാളുകളായി വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ചാർലി കിർക്കിൻ്റെ ഒരു ആശയധാര തീവ്ര വലതുപക്ഷം എന്ന് നമ്മൾ വിളിക്കാവുന്ന ഒരു ചിന്താധാരയാണ്. അവിടെ സ്വതന്ത്ര വിപണി, അതുപോലെ തന്നെ ഫാമിലി വാല്യൂസ്, കുടുംബത്തിൻ്റെതായിട്ടുള്ള മൂല്യങ്ങൾ, അതുപോലെ ഫെമിനിസ്റ്റുകളായ സ്ത്രീകളോട് അദ്ദേഹത്തിനുള്ള ഒരു എതിർപ്പ്, മദർ മേരിയെ പോലെയൊക്കെ വളരെ കീഴ്പ്പെട്ട് ജീവിക്കണമെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെതായ ഒരു ചിന്താധാര, ക്രിസ്ത്യൻ നാഷണലിസം, എവിടെ പോയാലും യേശുക്രിസ്തുവിനെയും അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളെയും ഉയർത്തി കാണിക്കുന്ന ഒരു ജീവിതം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീവ്ര വലതുപക്ഷ ചിന്താധാര അതിങ്ങനെ വളർന്നു വരുന്നു എന്ന തോന്നൽ ഉണ്ടാക്കിയപ്പോഴാണ്, അത് യുവാക്കളിൽ സ്വാധീനം ഉണ്ടാക്കുന്നുവെന്ന് തോന്നൽ ഉണ്ടാക്കിയപ്പോഴാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തീവ്ര വലതുപക്ഷ ചിന്താഗതിക്ക് എതിരായി ഒരു വിഭാഗം അമേരിക്കയിൽ വളർന്നു വരുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണോ? അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അത്തരത്തിലൊരു വിഭാഗം കൂടി വരുന്നുണ്ട്, പ്രബലരാകുന്നു എന്ന സൂചനയാണോ? അതോ ഇത് ഒരു ഭ്രാന്തൻ ചിന്താഗതിയുള്ള ഒരു വ്യക്തിയുടെ ഒരു
ഒരു കൃത്യമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുമ്പോൾ പ്രതി എന്തായാലും പിടിയിലായിട്ടുണ്ടല്ലോ. ഈ കൂട്ടര് ഇന്നും ഇന്നലെ എന്നും ഉണ്ടായിരുന്നു ക്രിസ്റ്റീന. അമേരിക്കയിൽ നിന്നല്ല, എല്ലായിടത്തും ഇന്ത്യയിലും ഉണ്ട്. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു തോന്നൽ വന്നിരിക്കുകയാണ്, ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാണ് എന്നൊരു തോന്നൽ. കാരണം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എക്സ്ട്രീം റൈറ്റ് വിങ് മൂവ്മെന്റ് എല്ലായിടത്തും ചൂടുപിടി. ഇന്ന് ലണ്ടനിൽ എന്താണ് കാണിച്ചത്? ടോമി റോബിൻസിന്റെ റാലിയിൽ ആളുകളുടെ എണ്ണം കണ്ടു നോക്കിയാൽ നമ്മൾ പേടിച്ചു പോകും. ലക്ഷക്കണക്കിന് സായിപ്മാരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെ നിലയില്ലാത്ത ഒരു കയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം എക്സ്ട്രീം ആയിട്ടുള്ള ലെഫ്റ്റ് വിങ്ങിന് വേറെ പ്രതീക്ഷയില്ല. സോ വാട്ട് ഈസ് ലെഫ്റ്റ്? അവർക്ക് എന്താ ഇതിന് ബാക്കിയുള്ളതെന്ന് പറയുന്നത് ഈ പറയുന്ന മൊബൈൽ ഫോണിൽ കൂടെയും ഇൻസ്റ്റഗ്രാമിൽ കൂടെയും. എന്തുകൊണ്ടാണ് ജെൻസി ലെറ്റ്സ് ടേക്ക് ഇവിടെ വേറെ ഒരുപാട് ദൂരത്തേക്ക് എന്തിനാ പോകുന്ന? നേപ്പാൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ജെൻസി എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാം അല്ലെ? ജെൻസി തുടങ്ങി വെച്ചൊരു ആഘോഷം അല്ലെങ്കിൽ ഒരു കലാപമാണ് നമ്മൾ ഈ പറഞ്ഞ നേപ്പാളിൽ കണ്ടത് അല്ലെ? പ്രൈം മിനിസ്റ്റർ ഓടിക്കുന്നു, ആഭ്യന്തരമന്ത്രി ഓടിക്കുന്നു. എവിടുന്ന തുടങ്ങിയിരിക്കുന്നത്? ജസ്റ്റ് ലൈക്ക് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ടിക്ടോക്കിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ വാട്ട് എക്സാക്ട്ലി ടിക്ടോക്ക് ഞാൻ പറഞ്ഞ നേരത്തെ ഗ്രൂമിങ് ആപ്ലിക്കേഷനാണ്. എനിക്ക് ആരെ വേണമെങ്കിൽ തിരിക്കാം, ഏത് രീതിയിലേക്കും വേണമെങ്കിൽ തിരിക്കാം. ഇന്ന് അമേരിക്കയിലെ ഈ കാണുന്ന ടെക് ഇൻഡസ്ട്രി, അതായത് ആമസോൺ ആയിട്ട് പോലും ആപ്ലിക്കേഷൻസ്, ഗൂഗിൾ ആയാൽ പോലും പല കമ്പനി എക്സ്ട്രീം ലെഫ്റ്റ് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കൂട്ടം ആളുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 10 1 2 പേര് എക്സ്ട്രീം ലെഫ്റ്റ് ആക്കാം. ദാറ്റ്സ് ഇനഫ് ഫോർ ദം. ഇനി ഞാൻ പറഞ്ഞു എത്രമാത്രം മിസ്ഇൻഫോർമേഷനാണ് ഇന്ത്യയിൽ തന്നെ പരത്തുന്ന ചാർലി കിർക്കുമായി ബന്ധപ്പെട്ട്. എന്താ പറഞ്ഞറിയോ? ഈ വാസ് ഇന്ത്യ വിരുദ്ധൻ എന്നാ പറഞ്ഞിരുന്നത്. ഇന്ത്യ വിരുദ്ധനാണ് ചാർലി. അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് എന്താ എല്ലാവർക്കും അറിയാമോ? ക്യാമ്പസിൽ പോകുമ്പോൾ അദ്ദേഹം എന്താ പറയുന്ന അറിയാമോ? ലേൺ ഫ്രം ഇന്ത്യൻ കിഡ്സ് ഹൗ ടു മേക്ക് യൂസ് ഓഫ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ ഉപയോഗിക്കാൻ ഇന്ത്യക്കാരെന്ന് പഠിക്കണം. കാരണം മത്സരിച്ച് മുന്നേറുന്നവരാണ് നമ്മളെല്ലാവരും. കാരണം നമ്മളെന്താ ആളുകൾ എണ്ണത്തിൽ കൂടുതൽ അവസരങ്ങളോ ചുരുക്കാം. അതുകൊണ്ട് മയക്കുമരുന്നിനും ഈ പറയുന്ന ഈ ലോകത്തിലെ സുഖലോപലതയ്ക്കും പുറകെ പോകാതെ ഇന്ത്യക്കാരെന്ന് പഠിക്കാൻ ആവശ്യപ്പെട്ട വ്യക്തിയാണ്. ടേക്ക് എൻ എക്സാമ്പിൾ ഓപ്പറേഷൻ സിന്ദൂർ. എത്രമാത്രം മിസ്ഇൻഫോർമേഷനാണ് ചാർലി കിർക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞേക്കുന്നത്. മെയ് 8 അദ്ദേഹം എന്താ പറഞ്ഞറിയോ? പാകിസ്ഥാൻ ഈസ് എ ക്രേസി ആക്ടർ. ക്രേസി അല്ല, വഞ്ചകനാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞത്. 90-ൽ ജനിച്ച എത്ര അമേരിക്കൻസിന് അറിയാം ബിൻ ലാദന് ഒളിയടം ഉണ്ടാക്കിയത് അമേരിക്ക. അദ്ദേഹം പറഞ്ഞു ബിൻ ലാദനെ ഒളിപ്പിച്ച ദേശം പാകിസ്ഥാനാണ്. അതുകൊണ്ട് ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കുവാണെങ്കിൽ എല്ലാ അമേരിക്കൻസിനും ഇന്ത്യക്ക് കൊടുക്കണം. ഇന്ത്യ എന്തിനു വേണ്ടിയാണ് പറയുന്നത്? ഇന്ത്യ ഈസ് ഫൈറ്റിംഗ് ഫോർ ടെററിസം. അതായത് ലക്ഷക്കണക്കിന് വരുന്ന അമേരിക്ക യുവാക്കളോട് അദ്ദേഹം പറഞ്ഞ. എന്നിട്ട് ഇന്ത്യ എന്തുമാത്രം മിസ്ഇൻഫോർമേഷൻ ഒരു സെക്ഷൻ മീഡിയ ഇന്ത്യയിൽ പറയുന്നത് ഈ വാസ് ഇന്ത്യ വിരുദ്ധൻ. അദ്ദേഹത്തിന് ശരിയാണ്, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ചിലപ്പോൾ എതിർപ്പുണ്ടായിരിക്കാം. H1B1 വിസയിൽ അദ്ദേഹം എഗെയിൻസ്റ്റ് പറഞ്ഞു മോർ ഇന്ത്യൻസ് കമ്മിങ് വി ലൂസിങ് ജോബ്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ നീക്കമായിരിക്കാം. അത് ദേശപരമായിട്ടോ അല്ലെങ്കിൽ വർഗപരമായിട്ടോ മതപരമായിട്ടോ ഒന്നുമല്ല. അദ്ദേഹം എവിടെയോ പറഞ്ഞിരിക്കുന്ന മറ്റുള്ള മതങ്ങൾ എന്താ പറയുന്ന ഇല്ലാതെ അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഓഫ് ഫെയ്ത്ത് യു ആർ. നിങ്ങളുടെ വിശ്വാസം എന്തോ ആയിക്കോട്ടെ, മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുക എന്ന് മാത്രമേ ഉള്ളൂ. ഇനി മുന്നോട്ട് എന്തായിരിക്കും എന്ന് പറയുന്നത് ഫ്രീ സ്പീച്ച്. അതായത് അമേരിക്കയ്ക്ക് ഇത് വലിയൊരു തിരിച്ചറിവിന്റെ സമയമാണ്. കാരണം ഇത് അമേരിക്ക മാത്രമല്ല, ലോകം മുഴുവൻ മനസ്സിലാക്കേണ്ട സംഭവമാണ്. എത്രമാത്രം മിസ്ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. ജെൻസി ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, ഇന്തോനേഷ്യ നമ്മളെല്ലാം കണ്ടതാണ്. അയൽ രാജ്യങ്ങൾ മുഴുവൻ നടക്കുന്ന കലാപങ്ങൾക്കെല്ലാം പുറകിലെ കാരണം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് മിസ്ഇൻഫോർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചറിവാണ് ഈ പറഞ്ഞ ചാർലി കിർക്കുമായി ബന്ധപ്പെട്ട് മനസ്സിലായിരിക്കുന്നത്. എത്രമാത്രം റാഡിക്കലൈസ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ കുട്ടികൾ. കാരണം നമ്മൾ ഈ കാണുന്ന കുട്ടികളല്ല. വെൻ യു ഗോ ടു കോളേജസ്, ഒരു പക്ഷേ നമ്മൾ ഈ ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും, ഈ പറഞ്ഞ ജെൻസിയുമായിട്ടൊന്നും നിങ്ങൾക്ക് വാഗ്വാദം ചെയ്യാൻ സാധിക്കില്ല. ദേ ഹാവ് ഡിഫറെന്റ് വേ ഓഫ് തിങ്കിങ്. ഈ പറയുന്ന ചാർലി കിർക്കിന്റെ ഘാതകൻ അവർ പറയുന്നു അവൻ അന്തർമുഖനാണ്, ഹി ഡോണ്ട് സ്പീക്ക്. അവർ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് അയൽക്കാർ പറയുന്ന ഈ കുട്ടികൾ ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ട്? അവർ മുറിയിൽ അടഞ്ഞിരുന്നുകൊണ്ട് ആ കുട്ടി കാണുന്ന വീഡിയോസ് അല്ലെങ്കിൽ അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരുടെ ആർക്കും അറിയില്ല. ഹി ഈസ് നോട്ട് കമ്മിങ് ഔട്ട് ഓഫ് ദാറ്റ് റൂം. അത് റൂമിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു ആർക്കും അറിഞ്ഞുകൂടാ. തീർച്ചയായും ഞാൻ പറഞ്ഞു വരുന്നു പറയുന്നത് ഇത് അമേരിക്ക മാത്രമല്ല, ലോകത്തിന് മുഴുവൻ ഒരു തിരിച്ചറിവിന്റെ സമയമാണ്. എത്രമാത്രം റാഡിക്കലൈസ്ഡ് ആയി കഴിഞ്ഞിരിക്കും നമ്മുടെ കുട്ടികൾ. ആക്ഷൻ എടുക്കേണ്ട സമയമായിരിക്കുന്നു. ജനസംഖ്യയേക്കാൾ കൂടുതൽ തോക്കുകളുള്ള രാജ്യമാണ് അമേരിക്ക. തോക്കുകൾ കഥ പറയുന്ന രാജ്യം എന്നാണ് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ തോക്കിൻ്റെ ഉപയോഗം അത് സ്വതന്ത്രമാക്കണമെന്ന് വാദിക്കുന്നവർ തന്നെ അതിനിരയാകുന്ന ഒരു കാഴ്ച കൂടി കാണും. അപ്പോൾ ആ രീതിയിൽ ഇനി ഈ പറയുന്നത് പോലെ തോക്കിൻ്റെ ഉപയോഗത്തിന് മേൽ നിയന്ത്രണമൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്.
ആക്ച്വലി അത് വളരെ ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഈ ഒരു സംഭവം നടന്നപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പേരുടെ നിന്ന് വന്നൊരു ചോദ്യം ഇത് തന്നെയാണ്. കാരണം ചാർലി കിർക്ക് സെക്കൻഡ് അമെൻമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ സെയിം ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് തന്നെ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ വേറൊരു ഇൻസിഡന്റ് നടന്നു. നമ്മുടെ ഒരു ഇന്ത്യക്കാരനെ സ്റ്റാബ് ചെയ്തിട്ട് ഇന്ത്യക്കാരൻ്റെ കഴുത്തറുത്ത് അവിടെ പാർക്കിലോട്ടിട്ട് തട്ടിക്കളിക്കുന്ന ഒരു ഇൻസിഡന്റ് നടന്നു. ആ സമയത്ത് ഗണ്ണല്ല ഉപയോഗിച്ചിരുന്നത്, ആ സമയത്ത് നൈഫാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഒരു ഉക്രൈനക്കാരി വുമണിനെ ബസ്സിൽ വെച്ച് വെടിവെച്ചല്ല കൊന്നത്, അത് സ്റ്റാബ് ചെയ്താണ് കൊന്നത്. അപ്പം ഇവിടെ ഏത് മോഡോ അല്ലെങ്കിൽ എന്ത് വെപ്പൺ ഉപയോഗിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി മനുഷ്യൻ്റെ മാനസികാവസ്ഥ, ഇപ്പം മിഥുൻ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ വളർന്നു വരുന്ന വ്യക്തികൾക്ക് ചിന്തിക്കുവാനും അല്ലെങ്കിൽ അവർക്ക് പരസ്പരം ഡിബേറ്റ് ചെയ്ത് സംസാരിച്ച് അങ്ങോട്ട് ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് തോക്കെടുക്കുക അല്ലെങ്കിൽ നൈഫ് എടുക്കുക. അപ്പം ഈ ഗണ്ണിനെ കൺട്രോൾ ചെയ്യും. ഇവിടെയുള്ള ഏറ്റവും നമുക്ക് ഉള്ളതിനകത്ത് ഏറ്റവും നല്ലൊരു റൈറ്റാണ് നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സെക്കൻഡ് അമെൻമെൻറ്റ് വെച്ചിരിക്കുന്നത് നമുക്ക് ഓരോരുത്തരുടെ സെൽഫ് സുരക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ പറയുന്ന വ്യക്തികളിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ സ്റ്റാബിങ് വിക്ടിം ആയാലും ഗൺ ഷോട്ട് വിക്ടിം ആയാലും അവർക്ക് സെൽഫായി ഡിഫെൻഡ് ചെയ്യാൻ അവരുടെ കയ്യിൽ ഒരു ഗൺ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന റൈറ്റാണ്. അതെടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ഇതിന് ഒരുപാട് കൺട്രോൾ വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് നോർമലായി നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സിറ്റിസൺസിന് കിട്ടുന്ന സെൽഫായിട്ടുള്ള പ്രൊട്ടക്ഷൻ ആകും ഇല്ലാതാകുന്നത്. കാരണം ഈ പറയുന്ന ഓരോ പൊളിറ്റീഷ്യനും ഈ പറയുന്ന ആരായാലും അല്ലെങ്കിൽ സെക്കൻഡ് അമെൻമെൻറ്റ് മാറ്റണമെന്ന് പറയുന്നവർക്ക് അവർ വരുന്ന സ്ഥലങ്ങളിൽ ഈ പറയുന്ന പോലെ 100 വണ്ടി പോലീസിൻ്റെ പ്രൊട്ടക്ഷനോടുകൂടിയും അല്ലെങ്കിൽ മിലിറ്ററിയുടെ പ്രൊട്ടക്ഷനോടുകൂടിയുമാണ് ഇവരെല്ലാം വന്നു പോകുന്നത്. പക്ഷേ ഈ പറയുന്ന സെക്കൻഡ് അമെൻമെൻറ്റ് റൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് നോർമലി ഉള്ള ഓരോ പൗരനും അവനും അവൻ്റെ വീടിനും അവൻ്റെ ഫാമിലിയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെയാണ് ചാർലി കിർക്ക് അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നത്. കാരണം സ്വന്തം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു റൈറ്റ് അതെല്ലാവർക്കും വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ചാർലി കിർക്ക്. അപ്പം ഇനി മുതൽ മുന്നോട്ട് കൂടുതൽ ഗണ്ണിന് നിയന്ത്രണങ്ങൾ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ ലീഗലി അത്രമാത്രം പോസിബിൾ ആണ് എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നിത് ടു ലേറ്റ് ആണ്. കാരണം ടു ലേറ്റ് എന്ന് പറയുന്നതിൻ്റെ വേറൊരു കാരണം പോലീസ് എന്നുള്ള രീതിയിൽ എനിക്കറിയാം. കാരണം ഇന്ന് ക്രൈമിൽ ഉപയോഗിക്കുന്ന ഒരു ഗണ്ണ് പോലും ചിലപ്പോൾ ലീഗലി പർച്ചേസ് ചെയ്ത ഗണ്ണല്ല. ക്രിമിനൽസിന് ഗണ്ണ് കിട്ടുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉള്ളൊരു സമയവും സാഹചര്യവും അല്ല നമ്മളിന്ന് ജീവിക്കുന്നത്. ഇന്ന് ആളുകൾ വിചാരിച്ചാൽ 3D പ്രിൻ്റർ വെച്ച് ഗണ്ണ് പ്രിൻ്റ് ചെയ്ത് വീട്ടിലെടുക്കാവുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടിപ്പം ഒരു ഗണ്ണ് ബാൻ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഗണ്ണിന് കുറെ കൂടെ സ്ട്രിക്റ്റ് നിയമം കൊണ്ടുവരുന്നത് കൊണ്ടോ ഇതിനെന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്ന് ചോദിച്ചാൽ അത് എത്രമാത്രം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. എന്നാൽ മാറേണ്ടത് ആളുകളും ആളുകളുടെ ചിന്താഗതികളും. അതിന് ഗണ്ണല്ല, നൈഫല്ല, കല്ലുകൊണ്ട് വേണമെങ്കിലും ആൾക്കാർക്ക് പരസ്പരം കൊല്ലാൻ സാധിക്കും. മാറേണ്ടത് ആളുകളാണ്. ഓക്കെ, താങ്ക് യു ഷോൺ. നമുക്ക് സമയം കുറവാണ്, അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കത്തിൽ ഒരു കൺക്ലൂഷൻ എനിക്ക് വേണം. അത് ഇങ്ങനെയാണ്: അമേരിക്കൻ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ചാർലി കിർക്കിന്റെ മർഡർ, കൊലപാതകം നൽകുന്ന ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ തിരിച്ചറിവ് എന്താണ്? There's the famous saying that Trump coined. The saying is, "They're not after me, they're after you, but I am in the way." And with Charlie Kirk's passing, it was just that. This killing, this murder that happened was simply the challenges and the threats that common people are facing. The Republicans are facing on campuses. They're being made fun of. They're being attacked physically. There are instances where people are dying for their faith. And Charlie Kirk was simply not just someone who died for that faith, but a martyr of the Republican movement. And this country has been changed in a very serious fashion. In 2026, next year, there's the midterm elections. And I can assure you, and I can tell you for sure, that Charlie Kirk's passing will have huge effects on the upcoming elections. And we're going to see more people come out to support his movement. And we're going to see some more radical changes as a result of this. More changes for people leaning towards Republicans. Those who were on the fence about joining the party may now have an idea who is truly bad and who's truly the right way to go. And Charlie Kirk was that face of the movement. And now with that empty face comes the kids of the party. As Blesson and Midden had alluded to, Gen Z was the face of the movement in Nepal, right? And we see that all over the world. Now it's up to the kids in the party to come up, take on the mantle, and
paint the picture of what our country should be. ഓക്കെ, താങ്ക് യു. എത്രത്തോളം ഈ പറയുന്ന ജെൻസി അല്ലെങ്കിൽ അപ്കമിങ് ജനറേഷൻസിന് ഇത്തരം കാര്യങ്ങൾ ഇൻസൈറ്റ്സ് കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ബ്ലെസൻ, ശ്രീ മിഥുനാൻ, ശ്രീ ഷോൺ. അപ്പോൾ ചാർലി കിർക്കിൻ്റെ മരണം അമേരിക്കൻ രാഷ്ട്രീയം അതേത് രീതിയിൽ മാറും, അല്ലെങ്കിൽ ഈ കൊലപാതകം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, അമേരിക്കയെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ, ഇതൊക്കെ അറിയാൻ കുറച്ച് ദിവസങ്ങൾ കൂടി വേണ്ടിവരും. അമേരിക്കൻ ഡയലോഗ് പവർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.